ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. അന്നയാണ് സംസാരിക്കുന്നത്. മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെയുള്ള വീഡിയോസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മുൻഭാഗങ്ങളിൽ നമ്മൾ ചിന്തയുടെ ശക്തി, വിശ്വാസം, നന്ദിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. വിഷ്വലൈസേഷൻ എന്നത് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഇതിനകം നേടിയതുപോലെ വ്യക്തമായി മനസ്സിൽ കാണുന്ന ഒരു പരിശീലനമാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതും സന്തോഷത്തോടെ ഓഫീസിലേക്ക് പോകുന്നതും നിങ്ങൾ മനസ്സിൽ ചിത്രീകരിക്കുക. ഒരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതായി മനസ്സിൽ കാണുക. ഇത് വെറും സ്വപ്നം കാണലല്ല കേട്ടോ. നിങ്ങളുടെ ലക്ഷ്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും അതിലേക്ക് പ്രവർത്തിക്കാനുമുള്ള പ്രചോദനം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു മാർഗമാണ്. ഓരോ ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി മനസ്സിൽ കാണാൻ ശ്രമിക്കൂ. ആ വിജയത്തിൻ്റെ സന്തോഷവും ആത്മവിശ്വാസവും മനസ്സിൽ അനുഭവിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഒരു കാര്യം ഓർക്കണം, വിഷ്വലൈസേഷൻ മാത്രം വിജയത്തിന് മതിയാകില്ല. അതിനൊപ്പം കഠിനാധ്വാനവും ശരിയായ തീരുമാനങ്ങളും സ്ഥിരമായ പ്രവർത്തനവും അനിവാര്യമാണ്. അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ മനസ്സിൽ വ്യക്തമായി കാണൂ. അവ നേടാൻ ദിവസവും ഓരോ ചെറിയ ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കൂ. വിഷ്വലൈസേഷൻ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിന് ഒരു 5 ടിപ്സ് ഞാനിവിടെ പറയുന്നു. 1. ദിവസവും 5-10 മിനിറ്റ് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ വ്യക്തമായി കാണുക. 2. ലക്ഷ്യം നേടിയതിൻ്റെ സന്തോഷവും ആത്മവിശ്വാസവും മനസ്സിൽ അനുഭവിച്ചറിയുക. 3. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി ദിവസവും വായിക്കുക. 4. വിഷൻ ബോർഡ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചോദനം നിലനിർത്തുക. 5. വിഷ്വലൈസേഷത്തിനൊപ്പം ഓരോ ദിവസവും ലക്ഷ്യത്തിലേക്ക് ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങളും ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ എൻ്റെ വീഡിയോസിന് ലൈക്കും കമൻറ്റും ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. അതെല്ലാം തിരുത്തി ഞാൻ നന്നായി ഇനിയും മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.